ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്, അഥവാ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. മെത്തേഡ്സ് ഓർ ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ 6 ടൈപ്പ് ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ടൂൾസ് ഉണ്ട്. അതിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടൂൾസും അതേപോലെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെൻഡ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് തുടങ്ങുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. പിന്നെ ഫണ്ട് ഫ്ലോ ഉണ്ട്, അതുപോലെ ക്യാഷ് ഫ്ലോ ഉണ്ട്. റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഇതെല്ലാം ഓരോ ചാപ്റ്ററായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഓരോ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 3ാമത്തെ ടെക്നിക്സ് ആയിട്ടുള്ള ട്രെൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ട്രെൻഡ് അനാലിസിസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. ട്രെൻഡ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും ഈ ട്രെൻഡ് അനാലിസിസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രെൻഡ് അനാലിസിസ്? ട്രെൻഡ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ ജനറൽ ടെൻഡൻസി, ഇപ്പോഴത്തെ ഒരു പ്രവണത എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്? ഇപ്പോൾ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഈ ട്രെൻഡ് എന്നുള്ള വേർഡ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ള വേർഡാണ്. ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് അനാലിസിസ് മീൻസ് അനലൈസിങ് ജനറൽ ടെൻഡൻസി ഇൻ ഈച്ച് ഐറ്റംസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഡാറ്റ ഓഫ് ദി ബേസ് ഇയർ. ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ ഐറ്റത്തിൻ്റെയും ജനറൽ ടെൻഡൻസിയെ അനാലിസിസ് ചെയ്യുന്നതിനെയാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 4-5 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ടാകും. അപ്പോൾ പാസ്റ്റ് ഡാറ്റയിൽ ഏതെങ്കിലും ഒരു വർഷത്തെ ഡാറ്റയെ നമ്മൾ എന്താക്കിയെടുക്കുന്നു? ബേസ് ഇയർ ആക്കി എടുക്കുന്നു. എന്നിട്ട് ആ ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ ഐറ്റത്തിൻ്റെയും ടെൻഡൻസി അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് അനാലിസിസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രെൻഡ് അനാലിസിസ് എന്നുള്ളത്. അതാണ് പറയുന്നത് കമ്പയറിംഗ് ദി പാസ്റ്റ് ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം വിത്ത് എ ബേസ് ഇയർ ഈസ് കോൾഡ് ട്രെൻഡ് അനാലിസിസ്. ഓക്കെ, under these techniques information for a number of years is taken up and 1 year taken as the base year. അപ്പോൾ കുറച്ച് വർഷങ്ങളിലെ ഡാറ്റ തന്നിട്ടാകും. ആ ഡാറ്റയിൽ ഏതെങ്കിലും ഒരു വർഷത്തെ നമ്മൾ ബേസ് ഇയർ ആക്കി എടുക്കുന്നു. എന്നിട്ട് ആ ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബേസ് ഇയറിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെ അനാലിസിസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈച്ച് ഐറ്റം ഓഫ് ദി ബേസ് ഇയർ ഈസ് ടേക്കൺ ആസ് എ 100. അപ്പോൾ ഈ ബേസ് ഇയറിലെ ഓരോ ഐറ്റത്തെയും നമ്മൾ 100 ആക്കി എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ബേസ് ഇയറിൽ ഐറ്റംസ് ഉണ്ടാകും, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ബേസ് ഇയറിൽ ഓരോ ഐറ്റത്തെയും നമ്മൾ 100 ആക്കി എടുക്കുന്നു. ഓൺ ദാറ്റ് ബേസിസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫോർ ദി അതർ ഇയേഴ്സ് ആർ കാൽക്കുലേറ്റഡ്. ആ ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ ബേസ് ഇയറിൽ നമ്മൾ ഒരു ഐറ്റത്തെ എന്ത് ചെയ്തിട്ടുണ്ടാകും? 100 ആക്കി എടുത്തിട്ടുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മറ്റു വർഷങ്ങളിലുള്ള ഓരോ ഐറ്റത്തിനെയും ബേസ് ഇയറിൻ്റെ ഐറ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഓർഗനൈസേഷൻ്റെ മൂവിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ് ആ ഓർഗനൈസേഷൻ പോകുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെ പ്രോഫിറ്റ് എടുക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2013 പ്രോഫിറ്റ് ബേസ് ആക്കി എടുക്കുന്നു. എന്നിട്ട് ആ 2013 പ്രോഫിറ്റിനെ ബേസ് ഇയർ ആക്കി എടുത്തിട്ട് 2014 15 16 എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഈ ബേസ് ഇയറിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു എന്ന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ട്രെൻഡ് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ ട്രെൻഡ് ഓർ ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ഓവർ എ പീരീഡ് ഓഫ് ടൈം.
ഓവർ ഓ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ആ തന്നിട്ടുള്ള വർഷങ്ങളിൽ ഓരോ ഐറ്റത്തിൻ്റെയും ഡയറക്ഷന്, ട്രെൻഡ്, മൂവ്മെൻറ്റ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ആ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെൻഡ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു മേക്ക് എ കോംപ്രഹെൻസീവ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും കോംപ്രഹെൻസീവ് അതേപോലെ കമ്പാരറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ട്രെൻഡ് അനാലിസിസിലൂടെ ആ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഓരോ വർഷവും കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോ വർഷവും കുറയുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ട്രെൻഡ് അനാലിസിസിൽ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് ട്രെൻഡ് പെർസെൻറ്റേജ്, ട്രെൻഡ് റേഷ്യോ ആൻഡ് ഗ്രാഫിക് മെത്തേഡ്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രെൻഡ് റേഷ്യോ ആണ്. ട്രെൻഡ് റേഷ്യോ വെച്ചിട്ട് എങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി യൂസിങ് ട്രെൻഡ് റേഷ്യോ. അപ്പോൾ ട്രെൻഡ് റേഷ്യോ വെച്ചിട്ട് ഈ തന്നിട്ടുള്ള ഡാറ്റ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ട്രെൻഡ് അനാലിസിസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്, 2017, 18, 19, 20. അപ്പോൾ അതിൽ ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ടും തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് 80 ഒക്കെ ലാക്സിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 80, 70, 100, 120 അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതേപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെയും സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇതേ ഫോർമാറ്റ് തന്നെയാണ്, ഇതിലൊരു മാറ്റമില്ല. അപ്പോൾ ഈ ഫോർമാറ്റിലേക്ക് ആദ്യം ഇതിനെഴുതാം. എന്നിട്ട് ഈ എമൗണ്ട് അതേപോലെ തന്നെ നമ്മൾ ആൻസറിലേക്ക് എഴുതാം. ഓക്കെ, സൊല്യൂഷൻ നോക്കുക. എമൗണ്ട് ഇൻ ലാക്സ് 2017, 18, 19, 20 4 വർഷത്തെ ഡാറ്റ. ഇതെന്താണ്, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അത് നേരെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പകർത്തി എഴുതുന്നു. ഇനി നമ്മളിവിടെ 2017 ബേസ് ഇയർ ആക്കി എടുക്കുന്നു. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വർഷത്തെ എന്താക്കി എടുക്കണം, ബേസ് ഇയർ ആക്കി എടുക്കണം. അപ്പോൾ 2017 നമ്മൾ ബേസ് ഇയർ ആക്കി എടുത്തു. ഇനി ഈ ബേസ് ഇയറിലെ ഓരോ ഐറ്റവും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള വർഷങ്ങളിലെ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. 2017 ബേസ് ഇയർ അഥവാ 100 ആക്കി എടുത്തു. ഇനി 2018 മുതൽ നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം 2017 ഓൾറെഡി 100 ആണ്, എല്ലാത്തിനും 100 ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നോക്കുക എങ്ങനെയാണ് 2018 ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2018 ട്രെൻഡ് എത്രയാണ്, 70 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 87.5, 88 ആക്കി എടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ട്രെൻഡ് കിട്ടിയത്, 2018 നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2018 എമൗണ്ട് എത്രയാണ്, 70 ഡിവൈഡഡ് ബൈ നമ്മൾ ബേസ് ഇയർ ആക്കി എടുത്തിട്ടുള്ള എമൗണ്ട് അല്ലേ 80. അപ്പോൾ 70 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100, 87.5% 88 ആക്കി എഴുതി. ഇനി 2019 ട്രെൻഡ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 100 ഡിവൈഡഡ് ബൈ അല്ലേ 100 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 125 കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഏത് കൊടുക്കുക, 2020 ട്രെൻഡ് മനസ്സിലാക്കാനേ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2020 എത്രയാണ് നെറ്റ് സെയിൽസ്, 120 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 150 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നെറ്റ് സെയിൽസ്
2017 100% ആയിരുന്നു. 2018 ആകുമ്പോൾ അത് കുറഞ്ഞ് 88% ആയി. 2019 ആകുമ്പോൾ 125 ആയി. 20 ആകുമ്പോൾ സെയിൽസ് വീണ്ടും കൂടി 180 ആയി. അപ്പോൾ ഈ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. 88%, ദെൻ 125 ആയി, ദെൻ അഗെയിൻ 150 ആയി. ഓക്കെ. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 60, 55, 72, 80 4 വർഷത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ഇയർ ആക്കി എടുത്തത് കാൽക്കുലേറ്റ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ 2018 ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 55 ഡിവൈഡഡ് ബൈ എത്ര, 60 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 92% കിട്ടും. ഓക്കെ. ദെൻ 2019 പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 72 ഡിവൈഡഡ് ബൈ 60 ഓക്കെ ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി, 120. അതേപോലെ 2020 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 92 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 133%. ക്ലിയർ അല്ലേ. അതേപോലെ തന്നെ ഓരോ ഐറ്റവും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. 2018 15 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 75% കിട്ടുന്നു അല്ലേ. ദെൻ 2019 നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഐറ്റവും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ പെർസെൻറ്റേജ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് 2018 പെർസെൻറ്റേജ് കിട്ടാൻ 2018 എമൗണ്ട് അല്ലേ, ഫോർ എക്സാമ്പിൾ 9 ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ ആ ഐറ്റത്തിൽ ബേസ് ഇയറിൻ്റെ എമൗണ്ട് എത്രയാണ്, 10 അല്ലേ. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 90 കിട്ടും. അങ്ങനെ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് നമുക്ക് നോക്കാം നെറ്റ് സെയിൽസ് ഇൻക്രീസ് ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അവിടെ എന്താണ് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റും ഇൻക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാത്തിലും ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ നോക്കുക, നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ 60 പിന്നെ എന്തായത് 160 ആയി, പിന്നെ അത് ഡിക്രീസ് സംഭവിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഈ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഇവിടെ ഈ പെർസെൻറ്റേജ് കിട്ടുക എന്നുള്ളത് നോക്കാം. ക്ലിയർ അല്ലേ. ഒന്നുകൂടി പറയാം, പെർസെൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ നമ്മൾ ഏത് വർഷത്തെ പെർസെൻറ്റേജാണ് കിട്ടേണ്ടത്, ആ വർഷത്തെ ആ ഐറ്റം എടുക്കുക 70 ഡിവൈഡഡ് ബൈ 80 ബേസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ 88 കിട്ടും. അതേപോലെ തന്നെ ഈ 2020 ഡാറ്റ കിട്ടണമെങ്കിൽ ആ പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ 120 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട് 80 ഇൻറ്റു 100. ക്ലിയർ അല്ലേ. അങ്ങനെ ഓരോന്നും പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ട്രെൻഡ് അനാലിസിസ് ചെയ്യാനും പറ്റും, അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി ഇതിൻ്റെ കൺക്ലൂഷന് നിങ്ങളുടെ രീതിയിലേക്ക് എഴുതാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. അത് എന്താ പറയുക, ഓരോ വർഷത്തെയും നെറ്റ് സെയിൽസിന് എന്ത് സംഭവിച്ചു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് എന്ത് സംഭവിച്ചു, ഗ്രോസ് പ്രോഫിറ്റ് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജ് ഓർ യൂട്ടിലിറ്റി ഓഫ് ട്രെൻഡ് അനാലിസിസ്. ഈ ട്രെൻഡ് അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ്സ് സിമ്പിൾ ടെക്നിക്കാണ് അല്ലേ. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എൻ ഈസി മെത്തേഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്. ഫ്യൂച്ചറിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 2-3 വർഷങ്ങളിലെ ട്രെൻഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ. 88, 125 180 ഇനി അടുത്ത വർഷം എന്ത് സംഭവിക്കും അല്ലേ, ഫ്യൂച്ചറിൽ അടുത്ത വർഷം എന്ത് സംഭവിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ട്രെൻഡ് അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. സോ ഇറ്റ് ഈസ് എൻ ഈസി മെത്തേഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്. ഫ്യൂച്ചറിൽ ആ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് പോസിബിൾ ടു കമ്പയർ ദി പെർസെൻറ്റേജ് വിത്ത് എ ആബ്സല്യൂട്ട് ഫിഗർ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ, ഈ ആബ്സല്യൂട്ട് ഫിഗർ വെച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ എറർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എറർ വരാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ഇൻഫോർമേഷൻ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ സമ്മറി ഫോം. അല്ലേ, ആ ഇൻഫോർമേഷൻസ് ഒരു സമ്മറി രൂപത്തിലാണ് തരുന്നത്. കാരണം ഈ പെർസെൻറ്റേജ് 3 വർഷത്തെ പെർസെൻറ്റേജ് നോക്കി, ആ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഈ അഡ്വാൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് ട്രെൻഡ് അനാലിസിസ്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ദ ട്രെൻഡ് റേഷ്യോ ഓഫ് എ സിംഗിൾ ഐറ്റം ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് അൺലെസ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി ട്രെൻഡ് റേഷ്യോ ഓഫ് റിലേറ്റഡ് ഫിഗേഴ്സ്. അപ്പോൾ ഈ ട്രെൻഡ് റേഷ്യോ കൊണ്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷനൊന്നും തരാൻ സാധിക്കില്ല, അതിനൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. എന്തുകൊണ്ട് ചെയ്യണം? അത് റിലേറ്റഡ് ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് അനാലിസിസ്, കമ്പാരിസൺ ഓഫ് ട്രെൻഡ് റേഷ്യോ മേ ബി അൺസയൻറ്റിഫിക്. നമ്മൾ 4-5 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4-5 വർഷങ്ങളിലുള്ള അക്കൗണ്ടിങ്ങിലെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. ഒരേപോലെ ആയിട്ടില്ല എങ്കിൽ, നോട്ട് യൂണിഫോം ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ യൂണിഫോമിറ്റി ഇല്ലെങ്കിൽ, ഒരു വർഷം നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തു, അടുത്ത വർഷം ആകുമ്പോൾ അത് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവിടെ സെയിൽസിലോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡോ ഗ്രോസ് പ്രോഫിറ്റിലൊക്കെ എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കും. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ മറ്റുള്ള ഡാറ്റയിലും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് യൂണിഫോം അല്ല എങ്കിൽ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസും യൂണിഫോം അല്ല എങ്കിൽ ആ ട്രെൻഡ് റേഷ്യോ ചെയ്യുന്നത് അൺസയൻറ്റിഫിക് ആണ്, അതിൽ വലിയ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞത്, ദ മേ ബി എ നോർമൽ ബേസ് ഇയർ. ബേസ് ഇയർ നമുക്ക് ഏത് വേണമെങ്കിലും ബേസ് ഇയർ ആക്കി എടുക്കാം. ക്വസ്റ്റ്യനിൽ ഏതാണോ തരുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ബേസ് ഇയർ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബേസ് ഇയർ എന്നുള്ളത് ഏതു ബേസ് ഇയർ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു നോർമൽ ബേസ് ഇയർ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വർഷത്തെ എന്ത് ചെയ്യുന്നു, ഈ ബേസ് ഇയർ ആക്കി എടുക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു നോർമൽ ബേസ് ഇയർ ഒന്നുമില്ല, ഏത് ബേസ് ഇയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക നോർമൽ ബേസ് ഇയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ അതിന് അപാകതകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ എക്സാമിന് ചോദിക്കുക എന്താണ് ട്രെൻഡ് റേഷ്യോസ് അല്ലെങ്കിൽ എന്താണ് ട്രെൻഡ് അനാലിസിസ് എന്നുള്ളത് ചോദിക്കാം. അതേപോലെ എങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ട്രെൻഡ് അനാലിസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതോട് കൂടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റേഷ്യോസ് എന്ന പുതുതായിട്ട് വരുന്ന 3ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.